അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ വർഷത്തെ രണ്ടാമത്തെ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അത് നമുക്കൊരു ഫാത്തിഹ ഓതിയിട്ടൊക്കെ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഓർമ്മയിൽ വേണം. ഇതൊന്നും നഹ്വ് പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് മറക്കാനുള്ളതല്ല. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒന്നും കൂടി ഉഷാറായി നഹ്വിൽ അപ്പോസ്തലന്മാരായി മാറേണ്ട ആളുകളാണ് നിങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ഇനിയും പഠിക്കാൻ ശ്രമിക്കുക. മുമ്പത്തെ ഭാഗങ്ങളൊക്കെ ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ഈ സംശയങ്ങളൊക്കെ തീർത്ത് പുതിയ ഭാഗങ്ങൾ മുതൽ നല്ല ഒന്നും കൂടി ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ പറഞ്ഞ പോലത്തെ തർക്കീബ് മിറാബ് വെക്കലൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അത്രേ പറയാനുള്ളൂ. ഏതായാലും നമുക്ക് ബാബുൽ മഫായിൽ എന്നുള്ള പാഠം നമുക്ക് എടുക്കാറുള്ളൂ. നമുക്കറിയാം ഒരുപാട് മഫ്ഊലുകളുണ്ട്. മഫ്ഊലുകൾ എന്തുണ്ട്? മഫ്ഊൽ മുത്ലക്ക്, മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീഹി, മഫ്ഊൽ ലഹു, മഫ്ഊൽ മാ, ഇങ്ങനെ ഒരുപാട് മഫ്ഊലുകളുണ്ട്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യപ്പെടുന്നത് എന്നർത്ഥത്തിനേക്കാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അല്ലേ. നമ്മൾ ഫായില് മഫ്ഊൽ എന്ന് പഠിച്ചു കൊടുത്ത് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്മുൻ മൻസൂബുൻ എന്ന് തുടങ്ങുന്ന ഒരു നിയമം നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ ഇസ്മ മൻസൂബായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മഫ്ഊൽ എപ്പോഴും മൻസൂബാണ്. ഒന്നാമത്തെ ഖായിദ അതാണ്. ഖാലഹിൽ ഫഇലിൻ്റെ മേലെ അറിയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മഫ്ഊലിൻ്റെ ഓരോ ഇനങ്ങളുണ്ട്. മഫ്ഊൽ മുത്ലക്ക്, മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീ. നമ്മൾ സാധാരണ കാണാറുള്ളത് ഏതാണ്? മഫ്ഊൽ ബിഹി ആയിരിക്കും. മഫ്ഊൽ ബിഹിയാണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. ആ ഫീൽ ചെയ്യപ്പെട്ട വസ്തു എന്നർത്ഥം, അല്ലെങ്കിൽ ചെയ്യപ്പെട്ട ആൾ എന്നർത്ഥത്തിനേക്കാണ് മഫ്ഊൽ ബിഹി ഉപയോഗിച്ചതായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഏതായാലും ഇന്ന് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം അതിൻ്റെ ഒരു അല്പം ഭാഗങ്ങൾ മാത്രം നമുക്ക് ഇന്ന് എടുക്കാം. വഹിയ ബാബുൽ മഫായിൽ, ഇത് മഫ്ഊലുകളെ കുറിച്ച് പഠിക്കുന്ന ബാബാണ്. വഹിയ ഖംസത്തു അദ്റുബിൻ. മഫായിൽ ബാബ് അല്ലെങ്കിൽ മഫ്ഊലുകൾ ഖംസത്തു അദ്റുബിൻ, അത് 5 ഇനമാണ്. ഖംസത്തു അദ്റുബിൻ 5 ഇനമാണ്. കുല്ലുഹാ മൻസൂബ, ഈ 5 ഇനത്തിൽപ്പെട്ട മഫ്ഊലുകളും മൻസൂബത്തുൻ, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഇനി ഏതൊക്കെയാണ് മഫ്ഊലുകൾ? മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീഹി, മഫ്ഊൽ ലഹു, മഫ്ഊൽ മാ, ഇവകളൊക്കെയാണ് ആ മഫ്ഊലുകൾ. ഇനി ഫസ്ലുൻ വൽ മഫ്ഊൽ മുത്ലഖു, മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഹുവൽ മസ്തറു, അത് മസ്തറാണത്. അഥവാ ഈ മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിൽ നിന്നും ഉണ്ടാകുന്ന മസ്തറാണെന്ത്? മഫ്ഊൽ മുത്ലഖ്. നഹ്വു ളറബ്തു സൈദൻ, ളറബ്തു ളർബൻ എന്നർത്ഥം, ളറബ്തു സൈദൻ ളർബൻ എന്നർത്ഥം. അപ്പോൾ ഈ ളറബ്തു എന്നുള്ള ഫീലിൽ നിന്നാണ് ഈ ളർബൻ എന്നുള്ള ഒരു മഫ്ഊൽ വന്നത്. അപ്പോൾ ഇങ്ങനത്തെ മഫ്ഊലുകൾക്കാണ് എന്ത് പറയുക? മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുക. മഫ്ഊലുൽ മുത്ലഖ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒരു മസ്തറായി വരുന്ന ഫീലുകളിൽ നിന്ന് മസ്തറായി വരുമല്ലോ, അങ്ങ് മസ്തറുകൾക്കാണ് മഫ്ഊൽ മുത്ലഖ് ആയിട്ട് പറയാറുള്ളത്. ഇനി പറയണേ ഫളർബൻ, ഈ ലർബൻ എന്നുള്ള ലറബത്തു ലർബൻ എന്നുള്ളത് ലർബൻ എന്നുള്ളത് നെസ്ബുൻ, അത് നെസ്ബ് ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ നെസ്ബുടേതാണ്. അലൽ മസ്തരി, അത് മസ്തറാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. ഖാല അല്ലാഹു തആല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു വനുസ്സിലൽ മലായികത്തു തൻസീല. പിന്നെ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച പോലെ തന്നെ ആയത്ത് പഠിക്കുമ്പോൾ ആയത്തിൻ്റെ സാഹചര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പഠിക്കണം. എന്നാൽ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. വനുസ്സിലൽ മലായികത്തു തൻസീല എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ ആയത്താണ് അത് കേട്ടോ. വയൗമ തശഖഖു സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികത്തു തൻസീല എന്നാണ്. അന്ത്യനാളിനെ കുറിച്ച് പറയണം. എന്ത്? വനുസ്സിലൽ മലായികത്തു തൻസീല. ഓക്കെ. വനുസ്സില, ഇറക്കപ്പെടുന്നു, പെട്ടിരിക്കുന്നു, അൽ മലായികത്തു, ആര്? മലക്കുകൾ, തൻസീലൻ, ഒരു ഇറക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ.
വനുസിലൽ മലായിക്കത്തു, മലായിക്കത്തുകൾ ഇറക്കപ്പെട്ടിരിക്കുന്നു, തെൻസിലൻ ഒരു ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ നുസിലയിൽ നിന്നുള്ള മസ്തറാണ് തെൻസിൽ. അപ്പോൾ ഇതാണ് മഫ്ഊൽ മുത്ലഖ് കേട്ടോ. ഒന്നുമില്ല മനസ്സിലാക്കാൻ, ഇങ്ങനത്തെ മസ്തറായി വരുന്ന മഫ്ഊലുകൾക്ക് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുക. അതുപോലെ തന്നെ വഖാല തആല, അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പറയുന്നു, തുമ്മ ഖബൽനാഹു ഇലൈന ഖബ്ലൻ യസീറ എന്ന് പറയുന്നു. അത് സൂറത്തുൽ ഫുർഖാനിലെ 46-ാമത്തെ ആയത്താണ് കേട്ടോ. അത് അവിടെ പറയുന്നത്, അതിന് മുമ്പ് പറയുന്നത് എന്താ പറയുക, ഈ പകലും രാത്രിയും മാറി മാറി വന്നു നിഴലുകളൊക്കെ ഉണ്ടാക്കി അതിനെക്കുറിച്ച് അള്ളാഹു സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞതിന് ശേഷമാണ് എന്ത് സുമ്മ ഖബൽനാഹു, പിന്നീട് ഖബൽനാഹു നാം അതിനെ പിടിച്ചെടുക്കുന്നു, ഖബൽന നമ്മൾ പിടിച്ചെടുക്കുന്നു, ഹു അഥവാ സൂര്യനെ എന്നർത്ഥം. ഖബൽനാഹു ഇലൈന നമ്മളിലേക്ക്, ഇലൈന നമ്മളിലേക്ക്, ഖബ്ലൻ കണ്ട, ഖബൽനാഹു ഖബ്ലൻ ഒരു പിടിക്കൽ പിടിച്ചിരിക്കുന്നു, യസീറൻ അതിനെ കുറച്ചായിട്ട് രാത്രിയെ പിടിച്ച് സൂര്യനെ പിടിച്ച് രാത്രിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിന് കണ്ടോ. ഇലൈന ഖബ്ലൻ യസീറ, ഖബ്ലൻ എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നു, യസീറൻ വളരെ കുറച്ചായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മളെ വിഷയം എന്താണ്, ഖബൽനാഹു ഖബ്ലൻ എന്നുള്ളതാണ്. മസ്തറാണ് ഇവിടെ മഫ്ഊലായിട്ട് വന്നത് കേട്ടോ. ഇനി വഖദ് യൻസബുൽ മസ്തറു അൽ ഇസ്മ, ഇനി പറയുന്നത് ഇങ്ങനെ വരുന്ന മസ്തറുകൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലർഫ് കൊണ്ട് അമൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇസ്മു ഫായിൽ അമൽ ചെയ്യുന്നതൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ വരുന്ന മസ്തറുകൾ ശേഷമുള്ള ഇസ്മിലേക്ക് അമൽ ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വഖദ് യൻസബുൽ മസ്തർ ചിലപ്പോൾ നസ്ബ് ചെയ്യും. ഖദ് മുളാരിനൊപ്പം വന്നാൽ എന്താണ്, ചിലപ്പോൾ എന്നർത്ഥത്തിന് കേട്ടോ, എപ്പോഴല്ല ചിലപ്പോൾ. എന്തിന്, അൽ ഇസ്മ ഇസ്മിനിക്ക് മസ്തർ നസ്ബ് ചെയ്യും. കമാ യൻസബുൽ ഫെയിലു, ഫെയിൽ എന്ത് ചെയ്യാറുണ്ടല്ലോ, ഇസ്മുകൾക്ക് നസ്ബ് ചെയ്യാറുണ്ടല്ലോ. ഫെയിൽ സാധാരണ ഫീൽ വന്ന് പിന്നെ ഒരു ഫായിൽ വന്നാൽ ആ ഫീൽ എന്ത് ചെയ്യും, മഫ്ഊലിനിക്ക് നസ്ബ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും, ഈ മസ്തറുകളും ശേഷം വരുന്ന ഒരു ഇസ്മിന് എന്ത് ചെയ്യും, നസ്ബ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതുപോലെ തഖൂൽ നീ പറയുന്നു, അഅജബക നിന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു, വർബുൻ സൈദുൻ അംറൻ, അപ്പോൾ സൈദ് അംറിനെ അടിക്കുന്ന ആ അടി നിന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അഅജബക നിന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലർബുൻ എന്നുള്ള അവിടുത്തെ എന്ത് ഫായില്. അപ്പോൾ ഫായിൽ അവിടെ മസ്തറായിട്ടാണ് വന്നത്. അത് മുത്തലക്കായ മസ്തറാണല്ലോ. അങ്ങനത്തെ മസ്തർ എന്ത്, ഈ മസ്തർ അംറൻ എന്നുള്ള ഇസ്മിനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു, നസ്ബ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സാധാരണ ഫീലുകൾ ലൊറബ അംറൻ എന്നുള്ളിടത്ത് അമൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടുത്തെ മസ്തർ ലൊറബക്ക് പകരം വന്ന ലൊർബൻ എന്നുള്ള മസ്തർ എന്ത് ചെയ്തിരിക്കുന്നു, അംറൻ എന്നുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്തിരിക്കുന്നു. ബി തെൻവീൻ ലൊറബയിൽ ലൊർബൻ എന്ന് വായിക്കണം എന്നർത്ഥം. ലൊറബയിൽ തെൻവീൻ കൊടുത്തുകൊണ്ട്, അപ്പോഴാണ് അത് മസ്തർ ആവുക. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഔ ഇത്ആമുൻ, പരിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്താണ്, ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ. നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്താണല്ലോ. അപ്പോൾ ലാ ഉഖ്സിം ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബലദിലുള്ളതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ എന്ന് പറഞ്ഞത്. അവിടെ എന്ത് പറയുന്നുണ്ട്, ഏറ്റവും ഒമാ അദ്റാക്കമല്ലക്കബ ഫലാഖത്തഹമല്ലക്കബ എന്ന് തുടങ്ങിയിട്ട് ഫക്കുറക്കബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ എന്ന് പറഞ്ഞത്. ദീ മസ്ഗബ പറഞ്ഞാൽ പട്ടിണി, മസ്ഗബ പറഞ്ഞാൽ പട്ടിണി, ദീ പറഞ്ഞാൽ പട്ടിണിയുള്ള. അപ്പോൾ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷിപ്പിക്കൽ, ഇത്ആമുൻ ഭക്ഷിപ്പിക്കലാണത്. അപ്പോൾ ഈ ഇത്ആമുൻ എന്നുള്ള ഭക്ഷിപ്പിക്കൽ എന്നുള്ളൊരു മസ്തർ ഉണ്ടല്ലോ, ഈ മസ്തറാണ് ശേഷമുള്ള യതീമൻ എന്നുള്ളതിനേക്ക് അമൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്ആമുൻ യതീമൻ യതീമിനെ ഭക്ഷിപ്പിക്കൽ, ദീ മസ്ഗബ പട്ടിണിയുള്ള ദിവസം. ദാ മഖറബ എന്ന് പറഞ്ഞാൽ ഖുർബന അടുപ്പം, അഥവാ കുടുംബ ബന്ധം എന്നർത്ഥത്തിന്. അപ്പോൾ ദാ മഖറബന കുടുംബ ബന്ധമുള്ള എന്നർത്ഥം. യതീമനാൻ അനാദർ, അപ്പോൾ കുടുംബ ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധുക്കളായ യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ. അപ്പോൾ ഇത്ആമുൻ എന്നുള്ള മസ്തറാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, യതീമൻ എന്നുള്ളത് എനിക്ക് നസ്ബ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വന്ന ഈ മസ്തർ എന്ത് ചെയ്യും,
ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യും. ഈ ഫഅല് ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യുന്നത് പോലെ തന്നെ മസ്തറും എന്ത് ചെയ്യും? ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യാറുണ്ട്. യതീമൻ ദാ മഖറബ എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം പറയുന്നത് ഔ മിസ്കീനൻ ദാ മത്രബ. അവിടെയും എന്ത് മിസ്കിൻ എന്നുള്ള നെസ്ബ് കൊടുക്കുന്നത് എന്താണ്? ഇത്താമ തന്നെയാണ് കേട്ടോ. ഔ മിസ്കീനൻ അല്ലെങ്കിൽ ദാ മിസ്കീന് കൊടുക്കുക. എങ്ങനത്തെ മിസ്കീനാണ്? ദാ മത്രബത്തിൻ. മത്രബ ദാരിദ്ര്യം, പട്ടിണി നടത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ പാവങ്ങളായ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് അത് എന്ന്. അപ്പോൾ ഇത്താമിൻ എന്നുള്ളതിന് എന്തിനും അമൽ ചെയ്തിരിക്കുന്നു? യതീമൻ എന്നുള്ളതിനിക്കും അതുപോലെ തന്നെ മിസ്കിൻ എന്നുള്ളത് ശേഷമുള്ളതിനിക്കും അമൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്, നെസ്ബ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഫതൻസബു യതീമൻ. യതീമൻ എന്നുള്ളതിനിക്ക് നെസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബിൽ മസ്തരി. അത് മസ്തറായതുകൊണ്ട് എന്നർത്ഥം. മസ്തർ കൊണ്ട്, അഥവാ ഇത്താമിൻ എന്നുള്ള മസ്തർ കൊണ്ട് യതീമൻ എന്നുള്ളതിനിക്ക് നെസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫതൻസബു യതീമൻ. യതീം എന്നുള്ളതിനിക്ക് നെസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബിൽ മസ്തരി. ഇത്താമിൻ എന്നുള്ള മസ്തർ കൊണ്ട് യതീം എന്നതിനിക്ക് നെസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വഹുവ അൽ ഇത്താം. ഈ മസ്തർ ഏതാണ്? ഇത്താം എന്നുള്ളതാണ്. തഖുൽ നീ പറയും അഅജബക ളർബു സൈദിൻ അംറൻ. ളർബു സൈദിൻ അംറൻ. അഅജബക എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ളർബു സൈദിൻ. സൈദിൻ്റെ അടി അംറൻ, അംറിനെ അടിച്ചത്. ഓക്കെ. അപ്പോൾ ഇവിടെ ളർബു സൈദിൻ അംറൻ എന്നല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ബി ഇലാഫത്തുൽ ലർബ് ഇല സൈദ്. സൈദിലേക്ക് ഇലാഫത്തുൽ ലർബിനെ ഇലാഫത്ത് ചെയ്തുകൊണ്ട്. അപ്പോൾ ലർബ് സൈദിൻ അംറൻ. സൈദിൻ്റെ അടി അംറൻ, അംറിനെ അടിച്ച അടി എന്ന അർത്ഥത്തിന് കിട്ടാം.